പത്രോസിയേട്ടന്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഒരു കോട്ടയും ഒരു തടയും ഒരു ഏട്ടയും സുന്ദരനായ കറങ്ങിയിരിക്കണം. കാണാം. പെണ്ണുങ്ങൾ നമ്മൾ നിലവിട്ട് ചിരിക്കരുത്. ആ, പത്രോസിയേട്ടൻ ബംഗ്ലാവിലേക്കായിരിക്കും. അതെ, അങ്ങോട്ട് തന്നെ. നിനക്ക് എന്തോ വേണം? അപ്പൊ ഇന്നൊരു വലിയ വെട്ടുണ്ടല്ലോ. ആ, ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്റെ ബംഗ്ലാവിലെ ജോയ്മോന്റെ കല്യാണം നടത്തുന്നത് ഈ പത്രോസാ. ആഹാ, അല്ല ഇതാര് പത്രോസ്? നീ ഒറ്റയ്ക്ക് ഉള്ളടാ? അതെ. അല്ല, ഞാൻ വിചാരിച്ചു നീ പെണ്ണുകൂട്ടുകാരുടെ കൂടെ മാത്രമേ വരുവുള്ളൂ. ഞാൻ ഇവിടുത്തെ ആളായിരുന്നുകൊണ്ട് അവരോടൊപ്പം വരുന്നത് ശരിയാണോ മുതലാളി? ഇതേ വാചകം തന്നെ ആയിരിക്കും അവരോടും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്രക്കാരനാണെന്നാണോ അന്നമ്മച്ചാരിത്തി ധരിച്ചിരിക്കുന്നത്? പത്രോസ് പല കല്യാണം നടത്തിച്ചിട്ടുണ്ട്. പക്ഷെ ബംഗ്ലാവിലെ ജോയ്മോന്റെ കല്യാണം പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പത്രാസായിരിക്കും. ഒന്നാം തരം കുടുംബം, ഒന്നാം തരം പണക്കാര്, ഒന്നാം തരത്തിൽ ഒന്നാം തരം പെണ്ണ്. ദേ ഒരു കാര്യം, പണം കുറച്ച് കുറഞ്ഞാലും ശരി, പെണ്ണ് നന്നായിരിക്കണം. എന്റെ മോന് ചേർന്നതല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വേണ്ട, 1000ന്റെ നോട്ടുകൾ അട്ടിയട്ടിയായി വെച്ചിരിക്കുന്ന ആനക്കൊമ്പ് കച്ചവടക്കാരൻ അവറാച്ചന്റെ അവസാനത്തെ മോളാ പെണ്ണ്. ഒരു കുറവും വരില്ല എന്റെ അന്നമ്മച്ചേട്ടത്തി. അവര് എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്നാ പറഞ്ഞത്. ഊണ് ഇവിടെ ആയിരിക്കും. മുതലാളി, ഇങ്ങോട്ട് വന്ന കല്യാണ പാർട്ടിക്ക് ഒരു അപകടം ഉണ്ടായി മുതലാളി. അവരുടെ കാരണം വേറെ കാരണമായി കൂട്ടിമുട്ടി അവർ തിരിച്ചുപോയി മുതലാളി. അപകടം അപശകുനമാണല്ലോ. മുതലാളി വിഷമിക്കണ്ട. ജോയ്മോന്റെ കല്യാണം ഈ പത്രോസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നടക്കും. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. വർണ്ണങ്ങളിൽ നീ, സ്വപ്നങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. എന്റെ മുന്നിൽ നിന്റെ നാണം, എന്നിലാഴും നിന്റെ നോട്ടം. എന്റെ മുന്നിൽ നിന്റെ നാണം, എന്നിലാഴും നിന്റെ നോട്ടം. താളങ്ങളിൽ നീ, രാഗങ്ങളിൽ നീ, അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ. അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽപ്പൂ.
ശില്പമോ അഴകുള്ള ചിത്രമോ ചിറകുള്ള ശില്പമോ അഴകുള്ള ചിത്രമോ സംഗീത ബിന്ദുവോ നീ സംഗീത ബിന്ദുവോ നീ എഴുതുന്നതൊക്കെയും നിന്റെ രൂപം എഴുതുന്നതൊക്കെയും നിന്റെ രൂപം ഞാൻ തിരയുന്നതെപ്പോഴും നിന്റെ പാദം താളങ്ങളിൽ നീ രാഗങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ മലരിടും കണ്ണുകൾ ഇതളിടും ചുണ്ടുകൾ മലരിടും കണ്ണുകൾ ഇതളിടും ചുണ്ടുകൾ എന്നാത്മഭാഗമായി എന്നാത്മഭാഗമായി സ്വരമാരി തൂകുന്നു നിന്റെ ഭാവം സ്വരമാരി തൂകുന്നു നിന്റെ ഭാവം നീ കേൾക്കുവാൻ മാത്രമാണെന്റെ ഗാനം താളങ്ങളിൽ നീ രാഗങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ വർണ്ണങ്ങളിൽ നീ സ്വപ്നങ്ങളിൽ നീ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ അജ്ഞാത കന്യകേ നിറഞ്ഞു നിൽക്കൂ എടാ നിനക്ക് എന്തു പറ്റി വന്ന മോൾക്ക് തുടങ്ങിയതാണല്ലോ ഈ പെയിന്റും ബ്രഷും എടുത്തൊരു വരയില് ഞാൻ കണ്ടെത്തിയടാ എന്ത് കണ്ടെത്തി എന്റെ സങ്കല്പ സൗന്ദര്യത്തെ ഞാൻ കണ്ടെത്തി എവിടെ കണ്ടെത്തി പാർട്ടിയിൽ വെച്ച് പാർട്ടിയിലോ ഞാൻ കണ്ടില്ലല്ലോ നിനക്ക് കാണണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് കണ്ടില്ല ആ സൗന്ദര്യം എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് നിനക്കൊരു തരം വട്ടാണല്ലടാ തനി വട്ട് കണ്ടോ എന്തിനിത്തരം കല്യാണ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നു നിന്നെപ്പോലുള്ള കല്യാണ ഭ്രാന്തന്മാർക്കാണ് കൊള്ളാവുന്നതാണെങ്കിൽ കണ്ണിനൊരു കർപ്പൂര സുഖമെങ്കിലും കിട്ടും അപ്പൊ നിനക്കും ഉണ്ട് സൗന്ദര്യബോധം അതുകൊണ്ടല്ലടാ ഞാൻ ഈ വിവാഹ പരസ്യമൊക്കെ നോക്കുന്നത് ദേ എടുക്കണം ഈ സാധനത്തിന്റെ മോന്ത കണ്ട പപ്പടം അടുപ്പിലിട്ട് ചുട്ട മാതിരിയാണ് നോക്കി എന്റെ പൊന്ന് സതീശ ഈ കുറ്റം പറഞ്ഞിട്ട് നിർത്ത് അവസാനം നിനക്ക് കിട്ടുന്നത് അസൽ കാപ്പിരിയായിരിക്കും അതാ കാപ്പിരിയാണെങ്കിൽ കാപ്പിരി ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളൂ ശരണവയ്യപ്പാ ഓം ക്രീം ഗ്ലൂം ക്ലീം ഗ്ലാം ചൂടുപാലസ്യ സ്വാദായ കുടിക്കസ്യ സോം ധീം സ്വാഹ ഒന്ന് നിർത്തണം എന്റെ കുശുശുക്കൽ സാറിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് കുശുശുക്കലല്ല മന്ത്രം ചൊല്ലുകയാണെന്ന് ദേ പിന്നൊരു കാര്യം ഈ കളിയാക്കൽ മന്ത്രവാദത്തിനോട് വേണ്ട ഞങ്ങൾ കുടുംബത്തോടെ മന്ത്രവാദികളാ അതിന്റെ ശക്തി കാണിച്ചിട്ടുള്ളവരുവാ കേട്ടിട്ടുണ്ടോ കരിമ്പന കോരൻ ആരാടാ ഈ പണ്ടാരം എന്റെ അച്ഛനാ ഭയങ്കര മന്ത്രവാദിയായിരുന്നു സാറിന് കേൾക്കണോ ഒരു വെള്ളിയാഴ്ച ദിവസം അർദ്ധരാത്രി എന്റെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ നിൽക്കുന്നു ഒരു യക്ഷി അമ്മയെ കാണാൻ വന്നതാ ഓ അമ്മയുടെ കൂട്ടുകാരിയായിരിക്കും അല്ലല്ല പെണ്ണുങ്ങളുടെ ചോരയാണ് ഇഷ്ടം ആണുങ്ങളെ കിട്ടിയാലും വിടുകയില്ല കേട്ടോ ആ അച്ഛൻ നോക്കി നിൽക്കേ യക്ഷി വളർന്നു വളർന്നു വലുതായി അവൾ അച്ഛനെ കരിമ്പന ചോട്ടിലേക്ക് നയിച്ചു പെട്ടെന്ന് അച്ഛൻ മന്ത്രം ചൊല്ലിക്കൊണ്ട് കത്തി ഉരി കയ്യിലെടുത്തു യക്ഷിച്ചഞ്ചലാക്ഷി തുള്ളിപ്പോയി അതെന്താ കത്തി ഭയവാ വേഗം അവള് കരിമ്പനയിലേക്ക് കയറി അച്ഛൻ വിടുവോ കൂടെ കയറി മേളിൽ ചെന്ന് കത്തിയെടുത്ത് ഒരൊറ്റ കുത്തുകൊടുത്തു ദേ കിടക്കുന്നു താഴെ ആരെ യക്ഷിയോ അല്ല അച്ഛൻ
ആ വീഴ്ചയിൽ നടു ഒടിഞ്ഞാണ് എന്റെ അച്ഛൻ ചത്തുപോയത്. കരിമ്പനെന്ന് വീണത് കൊണ്ടാ അദ്ദേഹത്തെ കരിമ്പന കോരന്ന് എല്ലാരും വിളിക്കുന്നത്. എടാ പപ്പു, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. നീ ഇവിടെ ഒന്ന് പോയാട്ടെ. അല്ല, ഞാനൊരു അശ്വാരൂഢ മന്ത്രം ജപിച്ചു തരാം. ഒരു അശ്വാരൂഢ മന്ത്രം വേണ്ട, നീ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനുഭവിക്കുമ്പോ മനസ്സിലാവും. നോക്കട്ടെ സതീശ, എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ഇക്കണക്കിന് അവൻ അധികം ആയിട്ടില്ല. വഴിക്കുവാ. നീ എന്നെയാന്ന് പറഞ്ഞിട്ടുള്ള പട്ടക്കടയിലും കയറിയോടാ പത്രോസേ? ഇല്ല. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡ്രൈവർ ഇല്ലാത്തടത്തും കാർ ഓടുവാടാ. ഈശോ, സത്യം ആവശ്യപ്പെട്ട ആ കുരുത്തം കെട്ട കാറ് കുതിര കുത്താൻ വരുന്ന മാതിരിയല്ലേ എന്നെ ഇട്ട് ഓടിച്ചു കളഞ്ഞത്. ഇനി ഒരിക്കൽ കാണട്ടെ. മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കൊടുക്കും, നോക്കിക്കോ. ശരി, കാണുമ്പോൾ പരീക്ഷിച്ച് നോക്ക്. പട്ടേൽ അത്യാചേർക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോടാ പത്രോസേ? സാധാരണ മനയട്ട. നിന്നെ കാറിടിച്ചു എന്ന് കേട്ട് ഈ ഇടവകയിലെ കപ്പ്യാരായ ഞാൻ ഒന്ന് വന്ന് നോക്കാതിരിക്കുന്നത് ശരിയാണോടാ? ഓഹോ, ചത്തൊന്ന് നോക്കാനായിരിക്കും. എടാ പത്രോസേ, എനിക്കൊരു ആശ. ഈ വയസ്സുകാലത്തോ? നീ എനിക്കൊരു പെണ്ണിനെ ശരിയാക്കി താടാ. എന്തിനാ? കല്യാണം കഴിക്കാൻ. കാര്യമായിട്ടാണോ അവസരപ്പെട്ട? എന്നാ നമ്മുടെ കറിയത്തിന്റെ മോളെന്ന് അന്വേഷിച്ചാൽ എന്താ? എടാ, നീ എന്നെ കളിയാക്കണ? കർത്താവിന് വേണ്ടപ്പെട്ട കപ്പ്യാരാണ് നീ കളിയാക്കുന്ന ഓർമ്മിച്ചോ. ഇനി ഒരൊറ്റ സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കൂല. അവസരപ്പെട്ടോ, അത് മുഴുവൻ പിടിക്കണോട്ടാ. ഐ ആം ജേക്കബ്. ജോയിന്നല്ലേ പേര്? അതെ. ജോയി എവിടെ വർക്ക് ചെയ്യുന്നു? ചെറിയ എക്സ്പോർട്ടേഴ്സ്. താമസം ചർച്ചോട്ട്. ഓ, ഞാനും അതിനടുത്തന്നെ താമസം. ആരെങ്കിലും പ്രതീക്ഷിക്കണം? ഒന്നുമില്ല. ബൈ.
ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ജോയി ഇല്ലേ അകത്ത്? അകത്തുണ്ട്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പച്ചനിവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അല്ല, നീ എന്താണ് എന്റെ ഞായറാഴ്ച വീട്ടിലോട്ട് വരാത്ത? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്താ വീട്ടിലോട്ട് വരാത്തെന്ന്? ഏതാ ഈ കിടക്കുന്ന വീടുമായിട്ട് ബന്ധമില്ലാതാവുമല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, വേണ്ടി വന്നാൽ ഈ സ്ഥാപനം തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. ഇനി മുടങ്ങാതെ വരാം അപ്പച്ച. ആർക്ക് വേണ്ടിയാടാ? ഇത് ആർക്ക് വേണ്ടിയാണെന്ന്? എടാ, കുടുംബ ബന്ധം വലുതാണ്. അപ്പനും അമ്മയും അവിടെ, നീ ഇവിടെ, പിന്നെ വല്ലപ്പോഴും ഈ ഫോണിൽ കൂടെ ബന്ധപ്പെടുത്തുക അല്ലേ? ആര് പഠിപ്പിച്ചടാ എന്നെ ഇത്? മേലിൽ ഇത് ആവർത്തിക്കൽ പറഞ്ഞേക്കാം. ശരി അപ്പച്ച. ആ ചിന്നമല എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അല്ല, അത് വേണ്ട അപ്പച്ച. എന്താടാ വേണ്ടാത്തത്? അപ്പച്ചനെ പോന്നു. ഞാൻ വന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന നന്നായി. കല്യാണക്കാരി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഉടനെ അവങ്കിലും ഉടക്കും. ഇവനിവിടെ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഒപ്പിച്ചിട്ടുണ്ടോ അതോ? എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, ഉണ്ടെങ്കിൽ നീ പറയണം. തീർച്ചയായും. നമ്മുടെ കുടുംബത്തിന് അനുയോജ്യമായ ഏത് കാര്യമായാലും ഞാൻ സമ്മതിക്കും. എന്താ പയ്യ, നീ ഇങ്ങനൊരു വിഷാദകാമുവിന്റെ റോൾ അഭിനയിക്കാതെ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കേ. അടുത്ത തവണ കണ്ട നീ കേറി വാചകമടിച്ച് ഒരു വഴിക്കാക്കാൻ ശ്രമിക്കടാ. എത്ര തവണയാ ഇങ്ങനെ മിസ്സാകുന്നു? എത്ര മിസ്സുകളെ ഇങ്ങനെ മിസ്സായതിനു ശേഷമാണ് ഏതെങ്കിലും ഒരു മിസ്സിനെ മിസ്സായി കിട്ടുക. ശ്രമിക്കേ. ക്ഷമിക്കാനെന്ന് എന്നെ കൊണ്ട് സാധ്യമല്ല. ഏതായാലും അവൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ കണ്ടുപിടിക്കും. ശ്രമത്തിന് എന്റെ സർവ്വ മംഗളാശംസകളും നേർന്നുകൊള്ളു. സന്തോഷം.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ അങ്ങനെയേ തോന്നരുത്. തോന്നിപ്പോയി. എന്തു തോന്നി? സ്നേഹം. എന്നോടോ? അതെ, കണ്ട നാൾ മുതൽ എന്റെ ആത്മാവ് നിറയെ ഈ മുഖമാണ്. എന്റെ മനസ്സിന്റെ സങ്കല്പ ചൈതന്യമാണ്. അന്വേഷിച്ചു നടന്നു, ഒടുവിൽ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ഈ രൂപം. പേരെനിക്കറിയണ്ട, ഏതെന്നറിയണ്ട, ചുറ്റുപാടുകളൊന്നും അറിയണ്ട. എനിക്ക് ഈ ചൈതന്യം മാത്രം മതി. ഈ ചൈതന്യം. ഞാൻ ദേവതയല്ലേ നീ എന്റെ പൗർണമിയല്ലേ, ലാവണ്യ ദേവതയല്ലേ നീ എന്റെ പൗർണമിയല്ലേ, എന്നുള്ളിലെന്നും പൂക്കും സൗന്ദര്യമേ, എന്നുള്ളിലെന്നും ഉണരും സംഗീതമേ. ലാവണ്യ ദേവതയല്ലേ നീ എന്റെ പൗർണമിയല്ലേ, എന്നുള്ളിലെന്നും പൂക്കും സൗന്ദര്യമേ, എന്നുള്ളിലെന്നും ഉണരും സംഗീതമേ. ഏകാന്തമാം എൻ വീഥിയിൽ നീ ഏകയായെത്തുമീ സന്ധ്യയിൽ, വാചാലമാം നിൻ കണ്ണുകൾ തേൻമുള്ളുകൾ എയ്യുമീ വേളയിൽ, ഹൃദയത്തിൽ പൂക്കളുമായി ഉലകങ്ങൾ ഞാൻ പകരുന്നു, എന്നുള്ളിലെന്നും ഉണരും സംഗീതമേ. ലാവണ്യ ദേവതയല്ലേ നീ എന്റെ പൗർണമിയല്ലേ, എന്നുള്ളിലെന്നും പൂക്കും സൗന്ദര്യമേ, എന്നുള്ളിലെന്നും ഉണരും സംഗീതമേ. ആകാശവും എന്നാശയും വർണ്ണങ്ങളിൽ മുങ്ങുമീ സന്ധ്യയിൽ, രാഗാർദ്രമാം എൻ ചിന്തകൾ ആവേശമായി മാറുമീ വേളയിൽ, നിറയുന്ന ലജ്ജകൾ പുൽകി മധുരങ്ങൾ ഞാൻ നുകരട്ടെ, എന്നുള്ളിലെന്നും ഉണരും
സംഗീതമേ ലാവണ്യ ദേവതയല്ലേ നീ എന്റെ പൗർണമിയല്ലേ എന്നുള്ളിലെന്നും പൂക്കും സൗന്ദര്യമേ എന്നുള്ളിലെന്നും ഉണരും സംഗീതമേ. എടാ ജോയ്, നിനക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കൊരു അപകടം പറ്റി. അപകടമോ? ആർക്ക്? എനിക്കും അവൾക്കും. എടാ, സ്വപ്നത്തിൽ നിനക്ക് പറ്റിയ അപകടത്തിന് നീ എന്നെയും കൂടി അപകടത്തിലാക്കിയില്ലടാ മഹാഭാവി. കിടക്കേണ്ടടുത്ത് കിടന്ന ആർക്കും ഒരു അപകടം പറ്റില്ല. നീ പോയിട്ട് എന്റെ റൂമിൽ പോയി കിടന്നു. പോയിക്കോ. നീയും കൂടെ വാടാ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ എന്തോ ഇതുപോലെ. അവിടെ സ്പോഞ്ചിന്റെ തലേന്നുണ്ടാവും, അതും പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പോയിക്കോ, വാടാ. പോയി കിടന്ന. അവന്റെ ഒരു പ്രേമം. ഈ അവസരപ്പേട്ടന് എപ്പ കണ്ടാലും കാശ് കടം വേണം, അല്ലെങ്കിൽ കള്ള് വേണം. 10 രൂപ മതിയടാ. ഓ, വാങ്ങിച്ചത് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? എടാ പത്രോസേ, കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നത് കപ്പ്യാരായ ഞാനും പള്ളിയിലെ അച്ഛനും കൂടെയാ. അതെ, അതിനെനിക്ക് അവര് തരുന്നത് 5 രൂപ. പെണ്ണിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന നിനക്ക് 1000കണക്കിന് വെറുതെ വരും. അപ്പൊ 10 രൂപ എനിക്ക് തന്നുകൊണ്ട് നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇതെങ്കിലും തിരിച്ചറിഞ്ഞോട്ടാ. തന്നില്ലെങ്കിലും നീ വിഷമിക്കണ്ടടാ. നിന്റെ അന്ത്യകൂദാശയ്ക്ക് അച്ഛന്റെ കൂടെ വരുമ്പോ നീ എനിക്ക് നയാ പൈസ തരണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഓശാന ദാവീദിൻ സുതനേ, ഓശാന ഓശാന ഓശാന. ഓശാന ദാവീദിൻ സുതനേ, ഓശാന ഓശാന. അത് കയ്യിലിരിക്കട്ടെ. ഈ പത്രാസിന്റെ അടുത്ത് നിന്റെ പത്രാസം നടക്കില്ല കേട്ടാ. അത് കയ്യിലിരിക്കട്ടെ. നമ്മുടെ പാട്ട് വരുന്നുണ്ട്. ഒന്ന് ഹെഡ് ചെയ്തിട്ട് ഇപ്പൊ വന്നേക്കാം. പേമ
എക്സ്ക്യൂസ് മീ, പല സ്ഥലത്ത് വെച്ചും പല പ്രാവശ്യവും കണ്ടു. ഞാൻ ഒരുപക്ഷെ മര്യാദകരായിരിക്കും, എങ്കിലും ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. മനുഷ്യനുമായിട്ടാണ് പരിചയപ്പെടുക. അതിന് വിട്ടാലേ മര്യാദകേടാവൂ. പേര് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചില്ലല്ലോ. ശരി, ഞാൻ ചോദിച്ചിരിക്കുന്നു. പേര്? ലീന. എവിടെയാണ് വീട്? ഇത്തിരി കിഴക്കോട്ട് പോണം, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്കിൾ മാത്രം. ലീന എന്ത് ചെയ്യുന്നു? ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആളൊരു പരുതക്കാരിയാണല്ലേ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചത് ലീന പഠിക്കുന്നോ അതോ ജോലി വല്ലതും ചെയ്യുന്നോ എന്ന്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റെനോ ആണ്. എനിക്കിവിടെ ഒരു കമ്പനി ഉണ്ട്, സ്വന്തം കമ്പനി, ആഹാ. ചെറിയാൻസ് എക്സ്പോർട്സ്. ആ. പിന്നെ വീട് കുറച്ച് അകലെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോകും. തൽക്കാലം ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിക്കുന്നു. കുടുംബസഹിതം. ഹേയ്, നോ നോ, വിവാഹം ചെയ്യാനുള്ള പ്രായമേ ആയിട്ടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? അജന്ത ശില്പത്തിന്റെ ഭംഗി ഇതിനു മുൻപ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ ശില്പമൊന്നുമല്ല. ശില്പത്തിന് ജീവനുണ്ടായതുപോലെയാണ്. നോക്കൂ, എന്റെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നു. ഞാനത് തേടി തേടി നടന്നു. അവസാനം ലീനയിൽ ഞാൻ കണ്ടെത്തി. തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. ലീനയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ലീന ഏതെന്നോ സാമ്പത്തിക നില എന്തെന്നോ ഒന്നും എനിക്കറിയണ്ട. എനിക്ക് നീ മതി, നിന്നെ മാത്രം മതി. എടാ, നീ എവിടെ നിൽക്കണം? സോറി, മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ സതീഷ്. നമസ്കാരം. മിസ് ലീന. ആ, നമുക്ക് പോവാം. ശരി, അപ്പൊ വരട്ടെ. ബൈ ദ വേ, പേര് പറഞ്ഞില്ല. പേര് ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞു. തിരിച്ചടിച്ചല്ലേ? ശരി, ചോദിച്ചിരിക്കുന്നു. എന്റെ പേര് ജോയ്. ആ, ഒരു കാര്യം മറക്കണ്ട, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. ചെറിയാൻസ് എക്സ്പോർട്ട്, ഫോൺ 3553. ഓക്കെ, Bye bye. മറക്കരുത്. ബൈ. ബൈ. കൊള്ളാമല്ലോടാ. പക്ഷെ ഈ കറിയാച്ചനെ അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നെയും എന്റെ മകളെയും അപമാനിച്ച ആ ചെറിയാച്ചനെയും മകനെയും ഞാൻ വെറുതെ വിടില്ല. തോമസേ, ഓ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ആരും അറിയരുത്. അടുത്ത ആഴ്ച അവൻ വരും. അതവന്റെ അവസാനത്തെ വരവായിരിക്കണം. സതീശ, ലീനയുടെ ചിത്രം കാണുമ്പോ തന്നെ അമ്മച്ചി സമ്മതിക്കും. പിന്നെ അപ്പച്ചന്റെ കാര്യം വലിയ പ്രശ്നമൊന്നുമല്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ, ഏതായാലും നീ വീട്ടിൽ പോയിട്ട് വാ. ബാക്കി കാര്യം ഞാൻ ഏറ്റും. ആ, എന്ത് ചെയ്യാം, സ്നേഹിതനായി പോയില്ലേ. നീയാടാ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, എടാ, ഒന്ന് സൂക്ഷിച്ചു പോടാ. നിനക്ക് തലയ്ക്ക് വെളിവില്ലാത്ത സമയ. നീ പോടാ അവിടെ. ജോയ് സാറ് പോയോ? എന്തോ ജോയ് സാറ് പോയോന്ന്? ഇപ്പോ വീട്ടിലെത്തി കാണാം. ശരണം. എടാ, നിന്നേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞയച്ച സമയത്തിന് കിട്ടൂ? എന്റെ ഹരിഹരസൂദനെ, നല്ല കടയിൽ കയറി നല്ല സാധനങ്ങൾ വാങ്ങിക്കണ്ടായോ? അതുകൊണ്ടല്ലേ താമസിച്ചത്. ഇതാ മാസികളും വാരികളും എഴുതി തന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് കിട്ടുന്നതാണ് വേണ്ടില്ലായിരുന്നു. വാരികളുള്ളടുത്ത് പൗഡറില്ല, പൗഡറുള്ളടുത്ത് വാരികയില്ല, വാരികയും പൗഡറുള്ളടുത്ത് ടവലില്ല. ശരണമയ്യപ്പ, എന്റെ ഒരു ഗതികേട്. ശ്ശോ. ഇത് നോക്ക്, മന്ത്രവാദിനി ഇരട്ട തെറ്റു. ബറോഡ, ഒക്ടോബർ 4 അതല്ലടാ, ഇത് നോക്ക്. ഇതാരാ സാറേ? ലീന. ഏത് ലീന? ജോയ് സ്നേഹിക്കുന്ന പെണ്ണെ. 10ാം ചരമവാർഷികം. എന്റെ ധർമ്മശാസ്ത്രാവേ, ചത്തുപോയ ഈ പെണ്ണിനെയാണോ ജോയ് സാറ് സ്നേഹിക്കുന്നത്? അയ്യോ. ഏതായാലും ഈ ആഴ്ചയോടെ അവൻ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ സിറ്റിയിലെ ഓഫീസൊക്കെ വേണ്ടെന്ന് വെക്കും. എന്റെ കർത്താവേ, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആ, ഞാൻ വേറെ മാനേജർ വെക്കും. എത്ര ആയാലും
നമ്മൾ നോക്കുന്നത് പോലെ ഒക്കുമോ വേലക്കാർ നോക്കിയാൽ? അവൻ വല്ലപ്പോഴൊക്കെ സൂപ്പർവിഷന് പോയാൽ മതി. ബാക്കിയുള്ള സമയം വീട്ടിൽ കാണുമല്ലോ. എന്തായാലും ഇന്ന് അവൻ വരും, വരാതിരിക്കില്ല. അവനിവിടെ വന്നാലേ നിങ്ങൾ വഴക്കിനൊന്നും നിൽക്കണ്ട. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ ഉരുത്തി അവനെ ചീറ്റാക്കുന്നത്. എന്റെ മാതാവേ, ഇത് കേട്ട് ഞാൻ മടുത്തു. ഇരുട്ടുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിന് വന്നാ മതിയായിരുന്നു.
ജോയി, എടാ ജോയി, എന്താടാ നിനക്ക് എന്ത് പറ്റി? അന്നാമേ എന്ത് പറ്റി മോനെ? എടാ വണ്ടി കൊണ്ട് ശബ്ദം കേട്ടില്ലല്ലോ. അയ്യോ അന്നാമേ, ഇവന്റെ കിടപ്പ് കണ്ടോ? അയ്യോ എന്റെ മോൻ എന്ത് പറ്റി? എന്റെ ഈശോയെ, എന്താ മോനെ? നീ വേഗം വെള്ളം കൊണ്ടുവാ. ജോയി മോനെ, എന്ത് പറ്റിയടാ? എന്ത് പറ്റിയെന്ന് പറ മോനെ. നീ പറഞ്ഞതൊക്കെ നേരാണോ? എന്റെ ഈശോയെ, എന്തൊക്കെയായി കേൾക്കുന്നത്? ഈ നിലയ്ക്കെങ്കിലും എന്റെ മോനെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തന്നല്ലോ. മോനെ, നീ പോയി കുറച്ച് വിശ്രമിക്ക്. നിങ്ങൾ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു? കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ, നിനക്കറിയാമല്ലോ. പക്ഷേ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ മോനെ, എന്റെ മോൻ വല്ലാതെ പേടിച്ചു പോയല്ലേ? നമ്മൾ സത്യക്രിസ്ത്യാനികളല്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ഒരു കുരിശുമാല ദേഹത്തിടാൻ. എന്തിനാ ഇതൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യം ഒരു കുരിശ. അത് നിന്റെ ദേഹത്തില്ലാതെ പോയതുകൊണ്ടാണ് നീ അതും ഇതുമൊക്കെ കണ്ട് പേടിച്ചത്. ഈ കുരിശ് ആ മാലയെ കുരുത്തിട്ടു. ഇതെന്റെ മോൻ ഒരിക്കലും ദേഹത്തൊന്നും ഊരി കളയരുതേ. ഉറങ്ങിക്കൊള്ളു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നൊന്നും നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഉടനാൽ രാജ്യം ശക്തി മഹത്വം എപ്പോഴും നിൽക്കുന്നതാണ്. പറഞ്ഞു പറയുമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീ. നിന്റെ വയറ്റിൽ ഫലമായി വാഴ്ത്തപ്പെട്ടവനാവുന്നു. ബഹുമാനം പറയുന്ന തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങളുടെ മേൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. എന്റെ മാതാവേ, ഇതെന്തൊരു കാറ്റും മഴയാ! എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ നേരത്തിൽ എങ്ങോട്ടാ? അച്ഛനൊന്ന് കാണാൻ. അമ്മ പേടിച്ചു വരുമെന്ന് പറയാമെന്ന് കരുതി. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ പോകണ്ട. വാ, നമുക്ക് അകത്തേക്ക് പോകാം.
അച്ചോ, ഈശോ വിശേഷിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വന്നിട്ട് അധിക നേരമായോ? ഇല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. വിശേഷിച്ച് ജോയി ഇന്നലെ രാത്രി വീട്ടിലേക്ക് വരുമ്പോ വഴിക്ക് വെച്ച് എന്തോ കണ്ട് ഭയപ്പെട്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത്രേ ഉള്ളൂ, സാരമില്ല. ഹാനാം വെള്ളം തന്നേക്കാം. കുറച്ചവന്റെ മുഖത്ത് തെളിക്കൂ. ബാക്കി ബംഗ്ലാവിലും പരിസരത്തും തെളിക്കൂ. പിന്നെ വരുന്ന ഞായറാഴ്ച പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാൻ പറയണം. പറയാം. ഈശോ വിശേഷിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നിനക്കറിയാമല്ലോ സതീശ, എനിക്ക് ഈ വക കാര്യങ്ങളിൽ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ലീനയെ കണ്ടു എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് പറഞ്ഞു പോവുകയും ചെയ്തു. മറഞ്ഞു പോയത് മായയല്ല എന്നെങ്ങനെ വിശ്വസിക്കാതിരിക്കും? എനിക്ക് ഈ വക കാര്യങ്ങളിൽ യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ പോയ മുതൽക്ക് ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അതെന്താ? ഇത് ലീനയാണല്ലോ. അതെ, 10ാം ചരമവാർഷികം. താഴെ പേരില്ല. ആ ഭാഗം ചീന്തിപ്പോയിരിക്കും. ഡേറ്റുമില്ല. അതറിഞ്ഞാൽ പത്രാഫീസിൽ പോയി വിവരം അന്വേഷിക്കായിരുന്നു. എന്തിനാ അന്വേഷിക്കുന്നത്? പണം കണ്ടാൽ അറിഞ്ഞൂടെ? ഇത് ലീന തന്നെ. ഓ, ഞാൻ സ്നേഹിച്ചത് മരിച്ചിട്ട് 10 വർഷമായ പെണ്ണിനെ. ഓ, ജീസസ്. ഇത്തവണ അവൻ വന്നപ്പോഴും കല്യാണക്കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാതെ വന്നുടനെ അവനെ അങ്ങ് പറഞ്ഞയച്ചു. അവനവിടെ ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഒക്കെ ആര് നോക്കും? ബിസിനസ് 4 ദിവസം കുടുംബത്തിലിരുന്ന ബിസിനസ് അല്ലാതെ നാരായണമായി പോകും. എനിക്കെന്തോ മനസ്സിനൊരു സമാധാനവും ഇല്ല. പ്രായമായ മക്കളെ കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അത് പോട്ടെ. ഞാൻ ഇന്നലെ ആ ചാക്കോയിലൂടെ റബ്ബറുമായിട്ട് കോട്ടയത്തിന് അയച്ചിരുന്നു. അവൻ വന്നോ? എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും റബ്ബറോ എസ്റ്റേറ്റോ പണം എല്ലാം കൊടുത്ത് തലയിലോട്ട് വെച്ചു. Yes, come in. ഇണങ്ങിയാലടുക്കുമോ പിണങ്ങിയാലകലുമോ? ഓ, നോക്കൂ.
കുറച്ച് വെള്ളം വേണം. എന്ത് പറ്റി? എന്താണ് നിങ്ങൾ ഭയക്കുന്നത്? ജോയി, 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 എന്തായി കാണിക്കുന്നത്? ജോയിക്ക് എന്ത് പറ്റി? എന്തുണ്ടായി? എന്താണെങ്കിലും എന്നോട് പറയൂ. എന്താണെങ്കിലും വിഷമിക്കുന്നത്? ഞാൻ ജോയിയുടെ ലീനയല്ലേ? പത്രത്തിൽ നിന്റെ ഫോട്ടോ ഉണ്ടോ? എന്റെ ഫോട്ടോ? അതെ, ഒരു ചരമക്കുറിപ്പോടുകൂടി. ജോയി കണ്ടത് എന്റെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും. അമ്മയുടേതോ? അതെ, ഞാനും അമ്മയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോ എന്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ഞാനാ ധരിച്ചല്ലേ? കൊള്ളാം, നല്ല പാർട്ടിയാ. ഓ, എന്നെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചത് പേടിയില്ലായിരിക്കും. അതിരിക്കട്ടെ, ഈനയുടെ അമ്മ വെച്ചിട്ട് എത്ര വർഷമായി? 10 വർഷം. എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. എല്ലാം കൊണ്ടും ഞാനൊരു നിർഭാഗ്യവതിയാണ്. നീ എന്റേതായിട്ടും അങ്ങനെയാണോ? അല്ല, ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. ലീന, ജോയി, സതീശ, അകത്ത് വാ. നീ പേടിക്കൊന്നും വേണ്ട, ഇത് എന്റെ ലീന തന്നെ. നിന്റെ ഫോട്ടോ ആദ്യം പേപ്പറിൽ കണ്ടുപിടിച്ചത് ഇവനാ. എടാ, നമ്മള് കണ്ടത് ഇവളുടെ അമ്മയുടെ ഫോട്ടോ ആയിരുന്നു. എടാ, ഇത് സത്യമാണോ? പകല് പോലെ സത്യം. ഞാൻ ഒന്ന് തൊട്ടു നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ തൊട്ടു നോക്കി സംശയം തീർക്കണ്ട, അതെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. അല്ല, അവസാന കൈയായിട്ട് ഒരു ആവാഹനം നടത്തിക്കളാവുന്ന ഉദ്ദേശത്തിലാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായി ജോയി സാറ് നേരത്തെ ആവാഹനം നടത്തിയെന്ന്. ഇനിയിപ്പോ എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആവശ്യം ഇവിടെയില്ല, അടുക്കളയുണ്ട്. നീ പോയി നല്ല ചൂടായിട്ട് 3 കാപ്പിയും കൊണ്ടുവാ. സ്വാമി ശരണം. അപ്പൊ ഇതുവരെ ചൂടായില്ലല്ലോ? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം? നിങ്ങൾ പോയി പിന്നെ വരൂ. ശരി. നീ നോക്കുന്നത് സൗന്ദര്യവും സ്വഭാവവും മാത്രമാണ്. പക്ഷേ നിന്റെ വീട്ടുകാർ നോക്കുന്നത് പണവും പ്രതാപവുമാണ്. എനിക്ക് പണവും പ്രതാപവും ഒന്നും വേണ്ടെങ്കിലും. നിനക്കത്ര ആത്മധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം അപ്പച്ചനോടൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, നിനക്ക് വേണ്ടത്ര എതിർപ്പുകൾ ഉണ്ടാവും. പക്ഷേ എത്ര എതിർപ്പുകളുണ്ടെങ്കിലും നീ കാര്യങ്ങൾ ഒരിക്കലും പിൻവലിക്കരുത്. അപ്പൊ ഞാൻ എത്ര പൗരുഷമില്ലാത്തവനെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല, പക്ഷെ മനുഷ്യരില്ലേ എപ്പോഴാ അഭിപ്രായം മാറുമെന്ന് അറിയില്ലല്ലോ. എന്നാലേ ഈ കാര്യത്തിൽ അങ്ങനെ അഭിപ്രായം മാറുന്നവനല്ല ഈ മിസ്റ്റർ ജോയ്. എന്നാൽ ഞാൻ ഏറ്റുടാ. താങ്ക് യു. If you are interested to accept this offer, under the terms and conditions set forth above, please signify your acceptance on the duplicate copy and return the same. Thanking you, yours faithfully.
ഇരിക്കൂ. എന്താ തിരക്കുണ്ടോ? ഉണ്ട് സർ. ഇപ്പൊ വിട്ടേക്കാം. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ഞാൻ ലീനെ പല പ്രാവശ്യം ഒരു ചെറുപ്പക്കാരന് കൊടുക്കണ്ടല്ലോ. അവൻ ഏതാണ്? അവൻ ഏതായാലും സാറിനെന്താ? കണ്ടു, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചോദിക്കുന്നതിൽ വിഷമം തോന്നരുതെന്ന്. എന്റെ സ്വന്തമാണ്. സ്വന്തമെന്ന് വെച്ചാൽ കാമുകനാണെങ്കിലും സ്വന്തമാണ്. ഇനി ഇതുപോലെ പാർക്കിലും റെസ്റ്റോറന്റിലും വെച്ച് കണ്ടുപിരിയുന്നവരും സ്വന്തമാണ്. പക്ഷേ ലീന, ഈ സ്വന്തം എന്ന പദത്തിൽ ഞാൻ മാത്രം പെടില്ലല്ലേ? എനിക്ക് ജോലിയുണ്ട് സർ. നിൽക്കൂ. ഞാനറിയാത്ത ജോലിയൊന്നുമില്ലല്ലോ. ഒരു കാര്യം, പല പ്രാവശ്യം പല സ്ഥലത്തേക്കും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നീ വന്നിട്ടില്ല. എനിക്ക് നിഷേധിച്ചത് മറ്റുള്ളവർ നൽകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ക്ഷമിക്കണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യമാണ്. വിട്. ഇനി അടുത്തോട്ട് വരാം. ഞാൻ നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തിന്? ഒറ്റയ്ക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? മറ്റുള്ളവർ നിന്നെ കാണുന്ന ആവശ്യത്തിന് തന്നെ. അനാവശ്യം പറയുന്നു. ചൂടാവാതെ. ഹലോ, പ്ലീസ് ബി ഡീസന്റ്.
സോറി ജോയ്, പ്രതീക്ഷിക്കാത്ത പലതും നടന്നു. അപ്പൊ ഞാൻ വരട്ടെ. വീട്ടിൽ കയറുന്നില്ലേ? അങ്ങനെ ഉറങ്ങിക്കാണും. ഞാൻ വരും അതിന്റെ മുറപ്രകാരം. എന്താ പോരെ? ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോയ്, ഏത് ജോയ്? നിനക്ക് അത്രയ്ക്ക് ധൈര്യമായില്ലേ? ഞാനിവിടെ ഇങ്ങനെ ഒരു മുടക്കാച്ചിരക്കായിരിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് തോന്നാസം കാണിക്കാമെന്നല്ലേ? അങ്കിൾ, അങ്കിൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ജോയി ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. നീ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും. പക്ഷെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിഞ്ഞാലേ എനിക്കത് ശരിയായി തോന്നുകയുള്ളൂ. ഉണ്ടെങ്കിൽ ജോയി എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. നിന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ 1000 പേര് കാണും. പക്ഷെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെയാണ് ഒരു പെണ്ണിന് ആവശ്യം. അതിനവന്റെ ജോയ് തയ്യാറാണോ? അതെ അങ്കിൾ. എങ്കിൽ അവന്റെ ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ. അതുവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നീ ദുരുപയോഗപ്പെടുത്തരുത്. ഇല്ല അങ്കിൾ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്യാതിരിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ശരി. പൊയ്ക്കോളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഓഹോ, അപ്പോൾ അവനവിടെ അതാണ് ജോലിയല്ലേ? ഇതെന്തൊരു ചോദ്യമാ? അവനൊരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇവരെ അറിയിക്കാൻ കൂട്ടുകാരനെ ചുമതലപ്പെടുത്തി. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നടത്തണം. ജോയുടെ അപ്പച്ചൻ ലീനെ കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി. പക്ഷേ പെൺകുട്ടിയെ കാണുന്നതിന് മുമ്പ് എനിക്കവളുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന സതീശ. ലക്ഷക്കണക്കിനുള്ള സ്വത്തിന്റെ ഏകാവകാശിയാണ് ജോയ്. ഞങ്ങളുടെ നിലയ്ക്ക് യോജിച്ചതല്ലെങ്കിൽ ഞാനും സമ്മതിക്കില്ല. അറിഞ്ഞിടത്തോളം ലീന പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ്. ഓഹോ, എങ്കിൽ പിന്നെ ഞാൻ കുട്ടിയെ കാണേണ്ട കാര്യമില്ല. എന്നു പറഞ്ഞാല് കുട്ടി നല്ലതാണെങ്കിൽ പണവും പദവിയും ഒക്കെ കുറച്ച് കുറഞ്ഞാലും വിരോധമില്ല. വിരോധമുണ്ട്. എനിക്ക് എന്റെ അന്തസ്സും അഭിമാനവും ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. ഏതിനും കണ്ണടച്ച് കൂട്ടു നിൽക്കാനും സാധ്യമല്ല. പിന്നെ ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് സതീഷിനെ വിവരം അറിയിക്കാം. ശരി. മോളെ, മോൾ ഊണ് കഴിച്ചില്ല അല്ലേ? ഇല്ല അങ്കിൾ. നിനക്ക് എന്നോട് പരിഭവമായിരിക്കും. എന്തിനാ അങ്കിൾ? ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? അങ്കിൾ പറഞ്ഞത് കാര്യമില്ലേ? ഞാൻ തെറ്റാണ് ചെയ്തത്. ലീന, സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ. തെറ്റുകൾ മാത്രം നടക്കുന്ന ലോകത്ത് ഒരാൾ ശരി ചെയ്താലും അത് തെറ്റായി മാത്രമേ ലോകം കാണുകയുള്ളൂ. നമ്മൾ ലോകത്തെ പേടിക്കണ്ട മോളെ. അതുകൊണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ മോളോ ഒന്നുകൂടി കഴിക്കും. ലീന സീറ്റിലുണ്ടോ? ഇല്ല സാർ, 2-3 ദിവസമായി വന്നിട്ട്. Any leave letter? നോ സാർ. You can go.
എന്തായാലും ജയിക്കപ്പ് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചത് കഷ്ടമായി പോയി. എന്ത് ചെയ്യാം? പിന്നെ ഒരു സന്തോഷ വാർത്ത. ഇന്ന് അപ്പച്ചന്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് നാളെ ഞായറാഴ്ചയല്ലേ, എന്റെ വിവാഹ നിശ്ചയമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വളരെ സന്തോഷം. ഞാൻ മുൻകൂർ മംഗളം നേരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വിവാഹം എന്ന് കേട്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? തോന്നിയല്ലോ, സന്തോഷം. അല്ലാതെ പിന്നെ ഞാൻ എന്താ കരയണോ? ഒരു പൗരുഷമില്ലാത്തവന്റെ മുന്നിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അമ്പടി പെണ്ണേ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. പിന്നെ എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? അതിന് ശ്രമിച്ചവരാരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ഞാൻ ഇനി കാര്യം പറയട്ടെ? പറയുന്നേ. നാളെ നിന്നെ കാണാനായി എന്റെ അപ്പച്ചൻ നിന്റെ വീട്ടിൽ വരും. My God! Oh my dear, how can I believe it? Darling. എന്റെ അപ്പച്ചനെ നല്ലവണ്ണം സൽക്കരിച്ചയക്കണം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. നിങ്ങളുടെ അപ്പച്ചൻ വരുമ്പോ എന്ത് ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ സൽക്കരിച്ചേക്കണം എനിക്ക് അതൊന്നും വിഷമിക്കണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുപോലൊക്കെ അനുസരിച്ചാ മതി. അപ്പച്ചന് ഇഷ്ടം ലഡു, ജിലേബി, പൂവമ്പഴം, അലുവ, ഇതൊക്കെ അപ്പച്ചന് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, അപ്പച്ചൻ ചായ കുടിക്കില്ല, കാപ്പി മാത്രമേ കുടിക്കൂ. എന്നാലേ നാളെ ജോയും കൂടെ അങ്ങ് വരൂ. അപ്പച്ചനും മോനും കൂടെ എവിടെങ്കിലും പെണ്ണ് കാണാൻ പോകാറുണ്ടോ മോളെ? അല്ലെങ്കിലും പെണ്ണ് ഞാൻ ദിവസവും കണ്ടോണ്ടിരിക്കുകയല്ലേ. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോണം. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണെന്നേ. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? That's right. വരണം, ഇരിക്കണം സാർ. എത്ര നാളുകൂടെ ഇട്ടാ സാറിനൊന്ന് കാണാൻ സാധിച്ചത്. എസ്റ്റേറ്റിൽ നിന്ന് പോന്നതിൽ പിന്നെ ഞാനൊരു ചെറിയ കോൺട്രാക്ട് തുടങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ച് സമ്പാദ്യമൊക്കെ ആയി. പക്ഷെ എനിക്ക് യോഗമില്ല. ഞാനിങ്ങനെ രോഗിയായില്ലേ. ഇനി പെണ്ണിനെ ആരെങ്കിലും നല്ലൊരുത്തനെ കൊണ്ട് കെട്ടിക്കണം, എന്നിട്ട് എനിക്ക് മരിക്കണം. ഞാനോട് വിളിക്കട്ടെ മോളെ? നിനക്കിത് ആരാണെന്ന് മനസ്സിലായി മോളെ? പണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിയായിരുന്നു.
അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ നിന്റെ അപ്പച്ചന്റെ സ്വഭാവം നിനക്കറിയാവല്ലോ. പദവി അന്തസ്സും ഒന്നും ഇല്ലെങ്കിൽ അപ്പച്ചൻ അനങ്ങത്തില്ല. നീനെ കണ്ടാൽ അപ്പച്ചൻ പദവി അന്തസ്സോ ഒക്കെ നടന്നവളെ ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാ. പക്ഷേ നിന്റെ അപ്പച്ചന്റെ ഉറപ്പ് എനിക്കല്ലേ അറിയാവൂ. അമ്മച്ചി എപ്പോഴും എന്റെ അപ്പച്ചനെ താഴ്ത്തി കെട്ടിയാ സംസാരിക്കുന്നത്. ഞാൻ എന്താണ് നിന്റെ അപ്പച്ചനെ തരം താഴ്ത്തി സംസാരിച്ചത്? എത്ര പ്രാവശ്യം അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചന് കലാബോധമില്ല, സൗന്ദര്യബോധമില്ല, പണം പണം ഒരൊറ്റ വിചാരമേ ഉള്ളെന്ന്. എനിക്കറിയാവുന്ന ഒരു സത്യം ഞാൻ പറഞ്ഞു. എന്ത് സത്യം? അപ്പച്ചന് സൗന്ദര്യബോധമില്ലെങ്കിൽ സുന്ദരിയായ എന്റെ അമ്മച്ചി അപ്പച്ചൻ കെട്ടുവോ? വന്നെന്നാ തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ചോ, കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ എന്തൊക്കെയോ ചില ശല്യങ്ങൾ, ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ആകെ. സത്യത്തിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. എന്തൊക്കെയോ കാണുന്നത് പോലെ തോന്നുന്നു. കാണുന്നത് പോലെയോ അതോ കാണുന്നത്? എന്തൊക്കെയോ ഇങ്ങനെ കാണുന്നു. കാണുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നും വ്യക്തമല്ല ചോ. ഈ അനുഭവം ചെറിയാച്ചന് മാത്രമാണോ അതോ മറ്റുള്ളവർക്കും? എനിക്ക് മാത്രം. അതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണമില്ലാതെ കാര്യമുണ്ടാകുന്നു. എന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കാമെന്ന് അച്ഛൻ പറയുന്നത്? മനസ്സാണ് ഇവിടെ പ്രശ്നം. നമ്മെ സന്തുഷ്ടരാക്കുന്നതും സന്താപഭരിതരാക്കുന്നതും മനസ്സാണ്. അവിടം ശുദ്ധമല്ലെങ്കിൽ ജീവിതവും ശുദ്ധമല്ലാതെ വരും. ചെറിയാച്ചൻ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം, പരിഹാരമുണ്ടാക്കാം. ജീവിതത്തിൽ ഒരു കരട് പോലും വീഴാതെ സൂക്ഷിച്ചുള്ളതാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ അനുഭവം ദൈവം എന്നെ പരീക്ഷിക്കായിരിക്കും. പ്രാർത്ഥിക്കൂ, ഞാൻ ബംഗ്ലാവിലേക്ക് വരാം, വേണ്ടത് ചെയ്യാം. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. ശരണമയ്യപ്പ. ജോയി ഇല്ലേ? ജോയി സാറിന്റെ ഇവിടുത്തെ പരിപാടിയൊക്കെ നിർത്തി. എന്ത്? അദ്ദേഹം ഇപ്പൊ അവിടുത്തെ എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുക. സതീഷ് അകത്തുണ്ട്. അയ്യോ ശരണമയ്യപ്പ, ഞാൻ നിർത്തിയാണല്ലോ സംസാരിച്ചത്. വന്നാട്ടെ, അകത്തോട്ട് ഇരുന്നാട്ടെ. വരണം. സതീഷ് സാർ. ഹലോ ലീന. ഹലോ. ഇരിക്കണം. സതീഷ്, ജോയി എന്താ വരാത്തത്? ജോയ് അതിരിക്കട്ടെ. ജോയിയുടെ അപ്പച്ചൻ ലീനെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തുണ്ടായി? ഉണ്ടായതെന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എന്നെ കണ്ടതും ഒന്നും പറയാതെ അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഒരു പക്ഷേ എന്നെയും എന്റെ കൊച്ചു വീടും അദ്ദേഹത്തിന് പിടിച്ചിരിക്കില്ല. അത് സ്വാഭാവികം. പക്ഷേ പിടിക്കേണ്ട ആൾക്ക് ലീനെ പിടിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ആ ആളെക്കുറിച്ച് ഒരു വിവരമൊന്നുമില്ല സതീഷ്. ലീനയെ വിവരമറിയിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ജോയ്. ലീനയുമായി ബന്ധപ്പെടരുതെന്ന് കരുതി ചെറിയാച്ചൻ അവൻ ഹൗസ് അറസ്റ്റിൽ വെച്ചിരിക്കുക. എനിക്കൊന്ന് കാണാൻ. കണ്ടാ മാത്രം മതി, കല്യാണം കഴിക്കണ്ടേ? ആട്ടെ, ഏതായാലും ലീന സമാധാനമായി വീട്ടിൽ പോകൂ. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം.
പോയതാ? എന്താ അമ്മച്ചി? ഞാൻ എവിടെയാണ് അമ്മച്ചി? നീ ഉറക്കത്തിലെഴുന്നേറ്റ് പോയതാ? എന്റെ കർത്താവ് ഈശോമിശിഹായേ, എന്റെ മോനിത് എന്ത് പറ്റി? മാമോനെ വന്നിടന്നുറങ്ങ്. വാ. സതീശ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. എടാ ജോയ്, ഞാൻ പറഞ്ഞ അവൾ കേൾക്കൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിരാ, അവൾ വരും. നീ എന്തിനാണ് പേടിക്കുന്നത്? എടാ ജോയ്, ഞാനൊരു നിത്യബ്രഹ്മചാരിയായി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എടാ നീയും കൂടെ എന്നെ തഴഞ്ഞാൽ ഞാൻ ആരോടെ ഇതൊക്കെ പറയുക? എടാ ഈ കാര്യം കൊണ്ട് നിന്റെ അപ്പച്ചൻ എന്നെ ഇങ്ങോട്ട് മാറ്റി. ഇനി എന്നെ എങ്ങോട്ടാ മാറ്റാന്ന് കണ്ടു തന്നെ അറിയണം. ഒന്നും സംഭവിക്കല്ല. ഞാൻ ഓഫീസിൽ വരുന്നതും അവളെ കാണുന്നതുമല്ലേ അപ്പച്ചൻ ഒഴിവാക്കാൻ പറ്റൂ. പക്ഷെ എനിക്കൊരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. അത്ഭുതമായിരിക്കും അച്ഛോ. രാത്രി ഞാൻ കഥ അടയ്ക്കാൻ നേരം നോക്കുമ്പോ കുരിശ് അവിടെയുണ്ട്. നേരെ വെളുത്തപ്പോ കുരിശ് കാണാനില്ല. ആരെങ്കിലും എടുത്ത് മാറ്റിയിരിക്കും. ആരെടുത്ത് മാറ്റാൻ അച്ഛോ? ഈ വീട്ടിലുള്ള ആരും ചെയ്യില്ല. എല്ലാവരോടും ഞാൻ ചോദിച്ചു. സാരമില്ല, വിശ്വാസമാണ് ചെറിയച്ഛ പ്രശ്നം. ചെറിയച്ഛന് അതുണ്ടല്ലോ, പിന്നൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. ഞാൻ ഇറങ്ങട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ലീന ഏതായാലും ഇവിടെ വന്നല്ലോ. സതീശൻ ഇന്നലെയാണ് വന്ന് പറഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. നോക്കൂ, ഒരു കാര്യം, ഈ വീട്ടിൽ എന്ത് അനുഭവം ഉണ്ടായാലും നീ തളരാൻ പാടില്ല. ഇല്ല, ജോയി എന്റെ അരികത്തുണ്ടല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഏത് ചെറുപ്പക്കാരെ വിളിച്ചാലും നേരെ വീട്ടിലോട്ടങ്ങ് കയറി ചെല്ലുമല്ലേ? അമ്മച്ചേ, ഞാൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പുരുഷനാണ് ജോയി. ആ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ വരാൻ തയ്യാറാണ്. അപ്പൊ ഒരുങ്ങി തന്നെയാണ് നീ പുറപ്പെട്ട് വന്നിരിക്കുന്നതല്ലേ? ഞാൻ സ്നേഹിക്കുന്ന ആൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളാം. സ്നേഹിക്കുന്ന ആളല്ലാതെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇറങ്ങിപ്പോയിടുന്നത്. അവളെ അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ ഞാനും കൂടെ പോവും. ഓഹോ, നീ ഇറങ്ങിപ്പോവല്ലേ? അതെ, പോവും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നു എന്നുള്ളതിന്റെ കാരണം അപ്പച്ചൻ പറയണം. എനിക്കിഷ്ടമല്ല, അത് തന്നെ. അതൊരു കാരണമല്ല അപ്പച്ച, ഒഴിഞ്ഞു മാറലാണ്. അപ്പച്ചന്റെ അഭിമാനത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവളെ വിവാഹം ചെയ്താൽ അപ്പച്ചന്റെ അഭിമാനം എങ്ങനെ തകർന്നു പോകുമെന്ന് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണ്. അതെ. എങ്കിൽ ഈ വീട്ടിൽ നീ താമസിച്ചുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. എന്തൊക്കെ അസംബന്ധങ്ങളാണ് നിങ്ങൾ അപ്പനും മോനും കൂടെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാനാണോ പെണ്ണെ നീ ഇങ്ങോട്ട് കയറി വന്നത്? ഇല്ല മതി, ഞാൻ ആരുടെയും സമാധാനം നശിപ്പിക്കുന്നില്ല. ഞാൻ പോയേക്കാം. ഇല്ല ജോയി, ജോയി എന്നെ സ്നേഹിക്കുന്നു എന്ന ഓർമ്മ മാത്രം എനിക്ക് മതി. നീ പോവാൻ ഞാൻ അനുവദിക്കില്ല. അവൻ വിളിച്ചു വരുത്തിയിട്ടല്ലേ അവള് വന്നത്? തെറ്റ് നമ്മുടെ മോന്റെ ഭാഗത്താ. വാടാ. എന്റെ പെങ്ങളെ കാണാൻ ഞാൻ സ്നേഹിച്ചത് മകളെയാണ്. എന്റെ പെങ്ങളെ കാണിച്ച് പാലക്കാടൊക്കെ ചാടിച്ചത്തുന്ന എല്ലാവരും ചെറിയച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം.
കാരുണ്യവനായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി സ്ത്രീയായിരുന്നു മറിയ. വേണ്ട മോളെ, ഇതെല്ലാം അമ്മ ചെയ്തോളാം. മോള് പോയി പഠിച്ചു. ഞാൻ അമ്മയൊന്നും സഹായിച്ചില്ലെന്താ? മോളല്ലാതെ അമ്മയെ വേറെ ആരാ സഹായിക്കാനുള്ളത്? അമ്മയ്ക്ക് മോളും മോൾക്ക് അമ്മയുമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല. എന്നെ എപ്പോഴും എന്റെ മോനെ അമ്മ സഹായിച്ചുകൊണ്ടിരിക്കും. നീ അവിടെ എന്തെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? വീട്ടുജോലി ചെയ്തോ നീ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാനൊക്കെ ഒത്തുള്ളൂ. ഇത്തിരി കള്ളും കുടിക്കാനൊക്കെ. മോളെ സൂക്ഷിച്ച് നടന്നൂടെ? മതിയാ, നീ എവിടെ പോയതാ? സെമിത്തേരി വരെ. നീ ചെറുപ്പമാണ്, ജീവിതം ആരംഭിക്കുന്നല്ലേ. എന്റെ ജീവിതമല്ല, എന്റെ മകളുടെ ജീവിതമാണ് എനിക്ക് വലുത്. ഇവളെ നന്നായി വളർത്തണം. അതിനെന്താ, നീ ഇനിയൊരു ഭാര്യയാകുന്നുണ്ട്, തടസ്സമൊന്നുമില്ലല്ലോ. ഇനിയുള്ള ജീവിതം എന്റെ ലീനമോൾക്ക് വേണ്ടി മാത്രമാണ്. ഇവളാണ് എന്റെ സർവസ്വവും. ഇനി മറ്റൊരാളുടെ ഭാര്യയായി എന്റെ മോളുടെ ഭാവി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. വരട്ടെ സാർ. മോളെ, എന്താ മോളെ, എന്ത് പറ്റി? അയ്യോ മോളെ, ചേട്ടാ ചേട്ടാ, അയ്യോ മോളെ. എന്റെ ലീനമ്മൾക്ക് അവസ്മരണയിരിക്കുന്നു സാർ. ചേട്ടൻ കള്ളു കുടിച്ചൊരു ബോധമില്ലാതെ കിടക്കുകയാണ്. ദയവായി ഒരു ഡോക്ടറെ വിളിച്ച് കാണിക്കണം സാർ. എന്റെ ലീനമ്മൾ രക്ഷിക്കണം. അറിയാതെ നീ വണ്ടി വിട്ടു.
നാഴികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിപ്പിക്കുന്നു. ആമേൻ. പണത്തിനെന്തും വിലയ്ക്ക് വാങ്ങാവുന്നുള്ള ധാരണ മനസ്സിൽ നിന്ന് മാറ്റണം ചെറിയാച്ച. മരണത്തിന് ശേഷവും മകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരമ്മയുടെ ആത്മാവിന്റെ താല്പര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം. അച്ഛൻ എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ചെറിയാച്ച, വെള്ളത്തിന്റെ മീത് നടന്നവനും കുരുടന് കാഴ്ച നൽകിയവനും 5 അപ്പം കൊണ്ട് 5000 തീറ്റിയവനും ലാസർ ഉയർപ്പിച്ചവനും തന്നെ കുരിശിൽ തറച്ച ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനുമായ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കൂ. അവൻ ചെറിയാച്ചനെയും രക്ഷിക്കും. സമാധാനമായി വീട്ടിൽ പോകും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ മറിയയെ വിളിച്ചാൽ നീ അവളെ എനിക്ക് കാണിച്ചു തരണേ. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനായ രക്ഷക, എന്നെ അനുഗ്രഹിക്കണേ. ആമേൻ. അച്ഛൻ എന്തിനാണ് എന്നെ വിളിച്ചത്? അച്ഛനെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ നീ ഇനി മുതൽ ചെറിയച്ഛനെ ശല്യം ചെയ്യരുത്. അയാൾ എന്റെ മകളുടെ ഭാവിക്ക് തടസ്സം നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല. മറിയ, വാശി പിടിക്കാതിരിക്കുകയല്ലേ നല്ലത്. അയാൾക്ക് എന്താണ് ഇത്ര വാശി? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അയാൾ നശിപ്പിച്ചു. എന്റെ മകളെ അനാഥയാക്കി. ഇക്കാലം അത്രയും ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചു. ജോയി അവളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിയാം. സ്നേഹിക്കുന്നവരെ വേർതിരിക്കാനാണോ അച്ഛനും കൂട്ടുനിൽക്കുന്നത്? എന്താ അച്ഛനൊന്നും പറയാത്തത്? അച്ഛൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തവരെ വേർതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല.
ആ